മാഡം, ഇതിലൊന്ന് സൈൻ ചെയ്തു തരൂ. വീണ്ടും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വന്ന് കണ്ടോളാം. ആയിക്കോട്ടെ സാറേ. ശരി. ദയവ് ഇതിനോട് ക്ഷമിക്കണോ വെച്ചാ, തൽക്കാലം ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അങ്ങനൊരു അവസ്ഥയിലല്ല ഞാനിപ്പോ. എന്താ ഹർഷിണി ഞാൻ ഈ കേട്ടത്? പഠിക്കാനായിട്ട് അയച്ച പഠിക്കാതെ ഇതൊക്കെയായിരുന്നു നിന്റെ പരിപാടികള്. ഞങ്ങൾ ആരും അറിയാതെ എന്തൊക്കെ നീ ഒപ്പിച്ചിരിക്കുന്നത്? ആരാടിയാ ചെറുക്കൻ? എന്റെ ഫ്രണ്ടാ മമ്മി. ഫ്രണ്ടൊന്നുമല്ല, ഫ്രോഡാ. പോലീസുകാര് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഒത്തിരി പുന്നാരിച്ച് നിന്നെ വഷളാക്കിയത് ഞാൻ തന്നെയാ. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ തലതെറിച്ചു പോകുന്ന ഞാൻ ഒട്ടും കരുതിയില്ല. സ്വാതന്ത്ര്യത്തോടെ എല്ലായിടത്തും വിശ്വസിച്ച് നിന്നെ അയച്ചത് നീ സന്തോഷിക്കാനാ. മറിച്ച് നിനക്ക് കിട്ടിയ സ്വാതന്ത്ര്യം തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സമ്മതപത്രമാണെന്ന് ധരിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇതെന്ത് തോന്നിയോ ഹർഷിണി? നീ കുറച്ച് മെച്ചൂർഡാന്ന് ഞാൻ കരുതി. എന്ത് ചെയ്താലും അതിനൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു ഫ്രോഡിന്റെ കയ്യിൽ ഇതുപോലെ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ഇത്രയും നാളും ഞങ്ങളെല്ലാവരും നിന്നെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചതാ ഞങ്ങൾ കാണിച്ച ഏക തെറ്റ്. മിഥുൻ, ഒരു തെറ്റ് എല്ലാവർക്കും പറ്റുമല്ലോ. അതുപോലെ ഹർഷിണിക്കൊരു തെറ്റ് പറ്റിയതാവാം. മനഃപൂർവ്വം അവൾ ഒന്നിലും ചെന്ന് ചാടിയതല്ലോ. മനഃപൂർവ്വം ഒന്നും ആയിരിക്കില്ല ചെറിയമേ. എന്നാലും അമിതമായി കൊടുത്ത സ്വാതന്ത്ര്യം ഇവളെയൊക്കെ എവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും? മിഥുൻ, വിവേക്, ഇനി അങ്ങോട്ട് ഈ വീട്ടിലെ പെൺകുട്ടികൾ എവിടെ പോകുന്നെന്നും എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്നും ആരെയൊക്കെ കാണുന്നുണ്ടെന്നും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. ഇനി അവർക്ക് യാതൊരു ഫ്രീഡം കൊടുക്കണ്ട. കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടും നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഇനി അങ്ങോട്ട് പല ദുരന്തങ്ങളും ഈ വീട്ടിൽ സംഭവിക്കും. ശരിയാണോ ഇല്ലമ്മേ? മോള് കാണിച്ച തോന്നിവാസത്തിന് അവളെ വഴക്ക് പറഞ്ഞത് കൊള്ളാം. അത് ആവശ്യമാണ്. അതിന്റെ കൂടെ മകളെ രക്ഷിച്ചോണ്ട് വന്ന മരുമോൾക്കും നീ നല്ല ശിക്ഷ തന്നെയാ കൊടുത്തത്. അതും ഗംഭീരമായിരിക്കുന്നു. മേഘന കാരണം ടെൻഡർ നഷ്ടപ്പെട്ടു. എത്രയോ കാലമായി കാത്തിരുന്ന വലിയൊരു പ്രോജക്റ്റാണ് നഷ്ടപ്പെട്ടത്. കോടികളെ വിലമതിക്കുന്ന പ്രോജക്റ്റ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നീ നിന്ന് ഉറഞ്ഞു തുള്ളുമായിരുന്നല്ലോ. ഇന്ന് അതിനൊക്കെ അപ്പുറത്തായി ഈ വീടിന്റെ അഭിമാനം രക്ഷപ്പെട്ടത്. ആ പ്രോജക്റ്റിനേക്കാളും വിലയുള്ള ഈ വീട്ടിലെ പെൺകുട്ടിയുടെ ജീവിതം അവള് രക്ഷപ്പെടുത്തി. അത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? മേഘന എന്ത് ചെയ്താലും അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ളത് ഇതുവരെ ഇവിടെ ആർക്കും മനസ്സിലായില്ലെന്നുണ്ടോ? അവൾ വാ തുറന്ന് നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നോണ്ട് വലിയൊരു കുറ്റവാളിക്ക് എന്നതുപോലെയല്ലേ ശിക്ഷ വിധിച്ചത്. പക്ഷെ അവളുടെ മനസ്സ് ഇതുവരെ നിങ്ങൾക്കാർക്കും കാണാൻ കഴിഞ്ഞില്ലല്ലോ. വല്ലവരും കയറി വന്ന് മേഘന ചെയ്ത നല്ല കാര്യത്തെ പ്രശംസിക്കുന്നത് വരെ നമുക്ക് മേഘനയുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ, അല്ലേ അരുണ്യമേ?
ഞങ്ങളോട് ക്ഷമിക്കും എങ്ങനെ മോളെ. നിന്റെ മൗനം ഞങ്ങളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു മോളെ. പക്ഷെ ആ മൗനത്തിന് പിന്നിൽ നീ രക്ഷിച്ച ഈ വീടിന്റെ അഭിമാനം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയ്യോ, നിന്റെ നിശബ്ദത ധിക്കാരമാണെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ മൗനമായി നിന്റെ മനസ്സിൽ നീ ചുമന്ന ആ ഭാരം ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല മോളെ. ഞങ്ങളോട് ക്ഷമിക്കണം മേഘനെ. അയ്യോ, എന്താ അച്ഛനീ പറയുന്നത്? ഞാൻ അച്ഛനെ ക്ഷമിക്കാന്ന് വെച്ചാ നിങ്ങളുടെയൊക്കെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഇങ്ങനെ മാത്രമേ ചിന്തിക്കുള്ളൂ. ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഇത്രയും വലിയൊരു സാഹസം കാണിക്കില്ല. ചെയ്ത കാര്യത്തെപ്പറ്റി വലിയവായി പ്രസംഗിച്ചേന് എല്ലാവരിൽ നിന്നും പ്രശംസ നേടിയെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ നീയോ ഞങ്ങളാരും വിഷമിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ ചിന്തയിൽ സത്യം പുറത്തു പറയാതെ വഴി മൊത്തം ഒറ്റയ്ക്ക് ചുമക്കുകയായിരുന്നു. അതിരിക്കട്ടെ, ഇനിയെങ്കിലും അകത്തേക്ക് വന്നൂടെ മോളെ. പിന്നെ എന്താലോചിച്ചോണ്ട് നീ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നേ? എനിക്ക് മനസ്സിലായി ജയേട്ടാ. അവളോട് ആ പടികടന്ന് അകത്തേക്ക് കയറരുതെന്ന് ആജ്ഞാപിച്ചത് ഞാനാണല്ലോ. അപ്പോ ഞാൻ പറയാനായിട്ട് കാത്തിരിക്കൂ. മേഘനെ, ഇനി നീ അകത്തേക്ക് വന്നോളൂ. കേട്ടതി, ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത്? വല്യമ്മ ഗ്രീൻ സിഗ്നൽ കാണിച്ചില്ലേ? വാ. എന്താ മേഘന ഇതൊക്കെ? നേരത്തെ ഇതങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഹർഷിണിയെ കുറിച്ച് ഇത്തരം മോശമായ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞാ നിങ്ങൾ എല്ലാവരും ഒത്തിരി വേദനിക്കില്ലേ? അതുകൊണ്ടാ പറയാതിരുന്നെ. ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത് മേഘനെ. എന്തുണ്ടെങ്കിലും അത് നേരിട്ട് പറയണം. അപ്പോഴല്ലേ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താനാവൂ. ഇങ്ങനെ മൗനം പാലിക്കുന്നുണ്ട് മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാതെ പലരെയും നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട അവസ്ഥയുണ്ടാവും. അതിന്റെ പേരിൽ ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങൾക്കും സന്ദർഭം ഉണ്ടാവും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ രാത്രി മൊത്തം പടിക്ക് പുറത്തിരുത്തിയതിന് ഒന്നും തോന്നരുത് മേഘനെ. അതൊന്നും സാരല്ലമ്മേ. സോറി മേഘനെ, തെറ്റ് നിന്റേതല്ലെങ്കിലും നീ ആ ശിക്ഷ അനുഭവിച്ചത്. നീ മൗനം പാലിച്ചതിന് തീർച്ചയായും എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. പക്ഷെ മോമനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ല. മിഥുനേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ദയവ് ചെയ്ത് ഹർഷിണിയുടെ ഈ കാര്യം ഇവിടത്തോടെ വിട്ടേക്ക്. അവളോട് ഇനി ആരും ഇതിനെക്കുറിച്ച് ചോദിക്കരുത്. പഠിക്കാനായിട്ട് അയച്ച പഠിക്കാതെ ഇതൊക്കെയായിരുന്നു നിന്റെ പരിപാടികള്. ഞങ്ങൾ ആരും അറിയാതെ എന്തൊക്കെ നീ ഒപ്പിച്ചിരിക്കുന്നത്? എല്ലായിടത്തും വിശ്വസിച്ച് നിന്നെ അയച്ചത് നീ സന്തോഷിക്കാനാ. മറിച്ച്
നിനക്ക് കിട്ടിയ സ്വാതന്ത്ര്യം തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സമ്മതപത്രമാണെന്ന് ധരിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. പക്ഷേ ഒരു ഫ്രോഡിന്റെ കയ്യിൽ ഇതുപോലെ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ഇത്രയും നാളും ഞങ്ങൾ എല്ലാവരും നിന്നെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചതാ ഞങ്ങൾ കാണിച്ച ഏക തെറ്റ്. ഹർഷിനി, അമ്മയും ഏട്ടനും പറഞ്ഞതോർത്ത് സങ്കടപ്പെട്ട് നിൽക്കാണോ? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവര് പറഞ്ഞത് നീ കാര്യാക്കാൻ നിൽക്കണ്ട, അതൊക്കെ അവിടെ തന്നെ കളഞ്ഞേക്ക് എന്നൊന്നും എനിക്ക് പറയാനാവില്ല. അവര് പറഞ്ഞതൊക്കെ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണെന്ന് മാത്രം ഓർത്താ മതി. അവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ശ്രമിക്ക. നാളെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ അതെല്ലാം ഉപകരിക്കും. കഴിഞ്ഞോ മേഘനെ? നിന്റെ പ്രസംഗവും പ്രഭാഷണവും ഒക്കെ കഴിഞ്ഞെങ്കിൽ പറഞ്ഞാ മതി. ഈ വീട്ടില് ഞാനൊരു രാജകുമാരിയെ പോലെയാ ജീവിച്ചത്. പക്ഷെ ഇപ്പോ ഒരു മോശം പെൺകുട്ടിയായിട്ടാ എല്ലാവരും എന്നെ കാണുന്നേ. അതിനെല്ലാം കാരണം നീയാ. ഞാൻ കാരണമാണോ? അതേ മേഘനെ, നീ മാത്രം ഇതിനൊക്കെ കാരണം. ഇതിനു മുമ്പൊരിക്കൽ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയതാ. ഇപ്പൊ എന്റെ വീട്ടുകാരുടെ മുമ്പില് എന്റെ ക്യാരക്ടറാ നീ മോശമായിട്ട് ചിത്രീകരിച്ചത്. ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ ഹർഷിനി. നിന്റെ പരിമിതികൾ മനസ്സിലാക്കി നീ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരിയാവേണ്ടി വരുമായിരുന്നോ? ആദ്യം നീ അത് മനസ്സിലാക്കാൻ ശ്രമിക്ക. ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് ഞാനല്ല, നീയാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. എനിക്ക് താല്പര്യമുള്ളതെല്ലാം ചെയ്യും. എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ഫേസ് ചെയ്തോളാം. എന്നെ ഫോളോ ചെയ്തുകൊണ്ട് ചന്തുന്റെ അടുത്തേക്ക് നീ എന്തിനാ വന്നേ? ആ പണം അവന്റെ മുഖത്തെറിഞ്ഞു കൊടുത്ത് അവന്റെ കയ്യിലുള്ള ഫോട്ടോസ് ഞാൻ തന്നെ വാങ്ങിക്കുമായിരുന്നല്ലോ. ഇടയ്ക്ക് കേറി വന്ന് എല്ലാം താറുമാറാക്കി. നീ ഒറ്റ ഒരുത്തി കാരണോ ഈ കാര്യങ്ങളൊക്കെ പോലീസിൽ വരെ എത്തിയത്. ഇരുചെവി അറിയാതെ കഴിയേണ്ട കാര്യങ്ങള് നാട് മൊത്തം കൊട്ടിഘോഷിച്ചു. അങ്ങനെയായിരുന്നില്ലല്ലോ. അയ്യോ മതിയേ പതിവ്രതാമണി, ഇതുവരെ അനുഭവിച്ചിടത്തോളൊക്കെ മതി. നീ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു ചവറാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. നീ സൂപ്പർ വുമൺ കളിച്ച എല്ലാത്തിനും ഇടയ്ക്ക് കയറി എന്നെ ഇങ്ങനെ ചീത്തയാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒന്നിവിടുന്ന് പോയി തന്നാ മതി. ഹർഷിനി, ഒന്ന് പോയേ മേഘനെ. ഇതുവരെ മിഥുൻ എന്നെ ഫോൺ ചെയ്തിട്ടുമില്ല, ഒരു മെസ്സേജ് പോലും അയച്ചിട്ടുമില്ലല്ലോ. മോം, എന്താ മഞ്ജരി? നമ്മുടെ വീട്ടില് സിഗ്നൽസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? മോമിന്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. മോമിന് കോൾസും മെസ്സേജും ഒക്കെ വരുന്നുണ്ടോ? എന്റെ പൊന്നു മഞ്ജരി, മിഥുൻ നിനക്ക് ഫോൺസോ മെസ്സേജസോ ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് ഇവിടെ സിഗ്നൽ ഇല്ലാതാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ പ്രോബ്ലം സിഗ്നൽസിലല്ല മോളെ, നിന്റെ മൈൻഡ് സെറ്റിലാണ്. അതാദ്യം മനസ്സിലാക്ക. ഇതുവരെ എന്നോട് കാണിച്ച സ്നേഹമെല്ലാം എവിടെ പോയി മറഞ്ഞു മിഥുൻ? എന്റെ ഫോൺ കോൾസിന് വേണ്ടി കാത്തിരുന്ന ആ മിഥുനെ എനിക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടത്? മിഥുൻ,
നീ ആളാകെ മാറിയിരിക്കുന്നു മിഥുൻ. നീ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി ഒരിക്കലും നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഇന്ന് എന്നെ വേണ്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ നിന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു. എന്റെ വിഷമത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരെ എനിക്കും വേണ്ട മിഥുൻ. ഐ എം സോറി. ഐ എം റിയലി സോറി മിഥുൻ. എനിക്ക് നീ ഇല്ലാത്തൊരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ലടാ. നീ ഇല്ലാതെ ജീവിതകാലം ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കൂടാ. ഐ എം വെരി വെരി സോറി. പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തില നിന്റെ ഫോട്ടോ ഞാൻ കീറിക്കളഞ്ഞത്. ഐ എം സോറി. ഐ എം റിയലി സോറി മിഥുൻ. ഐ എം റിയലി സോറി. നീ എന്തേ ചെയ്യുന്ന മഞ്ജരി? മോം, ദേഷ്യം വന്നപ്പോ മിഥുന്റെ ഫോട്ടോ പിച്ചി കീറി കളഞ്ഞു മോം. പിച്ചിക്കീറേണ്ടത് ആ ഫോട്ടോ ആയിരുന്നില്ല മഞ്ജരി. നിന്റെ ചിന്തകളെയും ഇപ്പോഴും ഇതിനോടുള്ള നിന്റെ സ്നേഹത്തെയുമാണ്. ആദ്യം അതൊക്കെ പിച്ചിക്കീറി കളയാൻ നോക്ക്. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആർക്കും പ്രശ്നങ്ങളില്ലാതെ സ്വസ്ഥായിട്ട് ജീവിക്കാം. നിന്റെ ഭാവി ജീവിതവും അതോടുകൂടി സുരക്ഷിതമാവും. മോം, എന്റെ പാസ്റ്റും പ്രസന്റും എന്റെ ഫ്യൂച്ചറും എല്ലാം എന്റെ മിഥുൻ മാത്രം. എന്ന് നീ മാത്രം കരുതിയ പോരല്ലോ മഞ്ജരി. മിഥുനും അങ്ങനെ തന്നെ തോന്നണ്ടേ? മിഥുൻ അത്തരം ചിന്തകളെ മറികടന്നു പോയിരിക്കുന്നു. ഒരുപക്ഷെ മനസ്സിൽ എവിടെയെങ്കിലും നീ ഉണ്ടെങ്കിൽ പോലും അവിടെ മേഘന ഉള്ളിടത്തോളം മിഥുൻ അത് തിരിച്ചറിയില്ല. അക്കാര്യം നീ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുക. എത്ര തടസ്സങ്ങളുണ്ടായാലും ഏതൊക്കെ ബന്ധങ്ങൾ എതിര് നിന്നാലും എനിക്ക് മിഥുനെ മാത്രം മതി. മിഥുൻ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മിഥുനെ നഷ്ടപ്പെടുത്താനാവില്ല മാം. മാം, എനിക്ക് മിഥുനെ വേണം. എനിക്ക് മിഥുനെ മാത്രം മതി. മേഘനെ, നീ എന്താ ഡള്ളായിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മിഥുനേട്ടാ. മോം നിന്നെ പഠിക്ക് പുറത്ത് നിർത്തിയത് ഇപ്പോഴും നിന്റെ മനസ്സിൽ നിന്ന് പോയി കാണില്ല അല്ലേ? സത്യം പറഞ്ഞാ എനിക്കത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. പക്ഷെ മോമിന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റ് നഷ്ടമായി പോയല്ലോ എന്നുള്ള നിരാശയും വേദനയൊക്കെ ആയിരുന്നു. അതല്ലാതെ നിന്നോട് മോമിന് പ്രത്യേകിച്ച് ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മിഥുനേട്ടാ. അമ്മയുടെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ. സത്യത്തിൽ അമ്മയുടെ സ്ഥാനത്തുനിന്ന് മറ്റാരായിരുന്നെങ്കിലും അതിന്റെ 2 ഇരട്ടി ദേഷ്യപ്പെട്ടേനെ. അതിലും വലിയ ശിക്ഷ തന്നെ വിധിച്ചേനെ. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്താ ഏട്ടൻ അങ്ങനെ നോക്കുന്നേ? നീ ഇങ്ങനെ അറിയാത്ത പോലെ ഭാവിക്കുമെങ്കിലും എല്ലാവരെ കുറിച്ചും നിനക്ക് നല്ല ധാരണയുണ്ട്. നിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ വലിയ ഭൂകമ്പം ഉണ്ടായേനെ. അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ കിടന്ന് ഞാൻ സത്യത്തിൽ നീറേണ്ടി വന്നേനെ. അമ്മയൊന്ന് സപ്പോർട്ട് ചെയ്യാനോ ഭാര്യയെ സമാധാനിപ്പിക്കാനോ കഴിയാതെ ഞാൻ ശരിക്കും വല്ലാത്തൊരവസ്ഥയിലായി പോയേനെ. താങ്ക് ഗോഡ് നീ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കും.
ഞാൻ കാരണം ഈ വീട്ടില് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല മിഥുനേട്ടാ. ഏട്ടനും അമ്മയും അച്ഛനും മറ്റെല്ലാവരും വളരെയേറെ നല്ല മനസ്സുള്ളവരാ. എന്നെപ്പോലെ ഒരാൾക്ക് ഇങ്ങനൊരു കുടുംബത്തിലേക്ക് ജീവിക്കാൻ വരാൻ കഴിഞ്ഞത് തന്നെ എന്റെ ഭാഗ്യമാ. ഈ കുടുംബത്തിന് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ നല്ലത് ചെയ്യാൻ നോക്കുന്നല്ലാണ്ട് എന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. ശരിയെന്നാ, ആദ്യം ചെന്ന് കുളിച്ചിട്ട് വാ. ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കട്ടെ. ആയിക്കോട്ടെ മേഘനെ. മേഘനെ, മേഘനെ, മേഘനെ. ആ എന്താ മിഥുനേട്ടാ? മേഘനെ, വെള്ളം നിന്നുപോയി. ആ മോട്ടർ ഒന്ന് ഓൺ ചെയ്യാൻ പറ. അയ്യോ, പവർ പോയിരിക്കാണല്ലോ മിഥുനേട്ടാ. പവർ പോയോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? മിഥുനേട്ടനെ അവിടെ നിക്കേ, ഞാനിപ്പോ വരാം. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്. അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. പൂഞ്ചിറകിൽ പറന്നുയരാ, കുളിരലയിൽ നനഞ്ഞലിയാം അഴകേ. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്. അരികിൽ